ഹെഡ്ഫോൺസ് ഒരു സൈലന്റ് കില്ലർ ആണ്. ഇന്ന് ഈ റീൽ കാണാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി കാണാനും കേൾക്കാനും പറ്റിയെന്ന് വരികയില്ല. ഇന്ന് ടീനേജേഴ്സിന്റെ ഇടയിൽ അമിതമായ ഹെഡ്ഫോണിന്റെ ഉപയോഗം കാരണം കേൾവി ശക്തി വ്യാപകമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെവിക്കുള്ളിലുള്ള ഹെയർ സെൽസ് ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ച് റീജനറേറ്റ് ചെയ്യാൻ പറ്റാത്തവയാണ്. നമുക്കുണ്ടാകുന്ന കേൾവിക്കുറവ് എപ്പോഴും പൂർണ്ണമായും നമ്മുടെ മരണാവസാനത്തോളം നിലനിൽക്കും. നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പറ്റിയ ലിമിറ്റ് എന്ന് പറയുന്നത് 85 ഡെസിബൽ ആണ്. നമ്മൾ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്ന സമയത്ത് 90 മുതൽ 110 വരെയുള്ള ഡെസിബൽ ആണ് നമ്മുടെ ചെവിയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകമ്പനം നമ്മുടെ ഇയർ ഡ്രമ്മിനെയും ഇയർ ഒസിക്കിൾസിനെയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നോർമൽ ആയിട്ടുള്ള ഹിയറിംഗ് പ്രോസസ്സിന് നേർ വിപരീതമായി നമ്മുടെ ബ്രെയിനിനും അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്ററി കനാലിനും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത്തരത്തിലുള്ള ഹെയർ സെൽസിന് നഷ്ടം സംഭവിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് ഹെയർ സെൽസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത്. ഇത് ഒഴിവാക്കാൻ നമുക്ക് 60/60 റൂൾ അപ്ലൈ ചെയ്യാം. 60% മുകളിൽ ഹെഡ്ഫോൺസിന്റെ വോളിയം കൂട്ടാതിരിക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് 60 മിനിറ്റിൽ മുകളിൽ നമ്മൾ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് പരമാവധി പറ്റുന്ന സമയത്തിലൊക്കെ ഓപ്പൺ ഹിയറിംഗ് യൂസ് ചെയ്യുക. നമ്മൾ വീട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഹെഡ്ഫോൺസ് ഉപയോഗിക്കാതെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. ഇന്ന് പലപ്പോഴും നമ്മൾ ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടാണ് കിടന്നുറങ്ങാറ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവണത പൂർണ്ണമായി ഒഴിവാക്കുക. കാരണം ഉറങ്ങുന്ന 7 മുതൽ 8 മണിക്കൂർ സമയം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഇയർ ഡ്രമ്മിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്ന് ഹെയർ സെൽസ് നശിക്കാനുള്ള ചാൻസ് നമ്മൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമ്മൾ നോർമലായിട്ടുള്ള ഹെഡ്സെറ്റ് അല്ലാത്ത ഹിയറിംഗ് സോഴ്സ് ഉപയോഗിക്കുക. അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ചെവിയുടെ സംരക്ഷണം നമുക്ക് പൂർണ്ണമായി ഉറപ്പുവരുത്താം.